വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വീഡിയോ ആണ്. നമ്മുടെ LP ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോകാനായിട്ട് എല്ലാ കാൻഡിഡേറ്റ്സും ശ്രമിക്കുക. എല്ലാ ഭാഗങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ ഒരു ടോപ്പിക്ക്, അതായത് LPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടോപ്പിക്കിനെ പറ്റിയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ബയോഡാറ്റ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഡിഗ്രി സബ്ജക്റ്റ് ഏതാണെന്ന് പ്രത്യേകിച്ച് നോക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും നോക്കുക. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ച് കാണുന്നത്. ചിലരോട് വളരെ ചുരുക്കം കുറച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് അവസാനിപ്പിക്കുന്ന ഇൻ്റർവ്യൂ പാനൽസ് ഉണ്ട്. മറ്റു ചിലര് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 15-20 മിനിറ്റ് വരെ എടുക്കുന്ന ചോദ്യ രീതികളും ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക. അപ്പോൾ നമുക്കറിയാലോ ഏതെല്ലാം മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു ചോദ്യം ചോദിച്ചത്, കേരളത്തിലെ നദികളിൽ 44 നദികളാണുള്ളത്. അതിൽ 44 വെറും 3 മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കിയെല്ലാം ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്. എന്തുകൊണ്ടാണ് ഈ 3 കിഴക്കോട്ട് ഒഴുകുന്നതെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് നിങ്ങൾ ഉത്തരം നൽകുക? ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും കബനി, ഭവാനി, പമ്പ ഇവ 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഇവ കിഴക്കോട്ട് ഒഴുകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഭൗമശാസ്ത്രപരമായിട്ടുള്ള ഒരു ചെരിവ്. അതാണ്. കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. അപ്പോൾ നദികൾ പടിഞ്ഞാറ് അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. അതായത് കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശം പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറായതുകൊണ്ട് നദികൾ പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് ഒഴുകുന്നു. എന്നാൽ വളരെ കുറച്ച് നദികൾ മാത്രം ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്താണ്. അവ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ഇത്രയും സിമ്പിളായ ഒരു ഉത്തരമാണ്. നമ്മൾ ചിന്തിക്കാത്ത ഒരു ഉത്തരമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും. പക്ഷെ ഇതാണ് ഉത്തരം. തീർച്ചയായിട്ടും ഈ ഒരു ഉത്തരം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ. ഈ 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകാൻ കാരണം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. അതായത് ഇവയെല്ലാം തന്നെ പശ്ചിമഘട്ടത്തിന്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉത്ഭവിക്കുന്നു. അവ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഓക്കെ. കേരളത്തില് സാധാരണയായിട്ട് മികച്ച മഴ ലഭിക്കുന്നതിനാൽ തന്നെ നദികൾ അതിൻ്റെ ചെരിവുള്ള സ്ഥലത്തേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിനൊരു ഉത്തരമായിട്ട് നമുക്ക് പറയാവുന്നത്. അടുത്തൊരു ചോദ്യം, പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണത്തെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ചോദ്യം വന്ന മറ്റൊരു മൈന്യൂട്ടായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഈ പാഠപുസ്തകങ്ങൾ മാറുന്നത് എന്നതിനെ പറ്റി കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കാക്കിയിട്ട് ഇങ്ങനെയാണ് പുസ്തകങ്ങൾ മാറുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. 2013 ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം. അതിനുശേഷം കേരളത്തിലെ സ്റ്റേറ്റ് സിലബസിൽ 2024 പൂർണ്ണമായിട്ടും ഇങ്ങനെ പാഠപുസ്തകങ്ങൾ മാറിയിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന കാരണം നമുക്കറിയാം, ഭരണഘടനയുടെ ആമുഖം, അതുപോലെ അക്ഷരമാല, തൊഴിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ പതിപ്പുകൾ എല്ലാത്തിൻ്റെയും ഒപ്പം തന്നെ തയ്യാറാക്കി. നമ്മൾ ഇതേവരെ ഇല്ലാത്തൊരു കാര്യമാണ് പുതിയൊരു ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഇതിനു മുമ്പൊക്കെ മാറി കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഡിജിറ്റൽ പതിപ്പുകൾ കിട്ടുക. എന്നാൽ ഇപ്പോൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയതിന് ഒപ്പം തന്നെ നമുക്ക് ഡിജിറ്റൽ പതിപ്പുകളും അവൈലബിൾ ആണ്. 2013 ശേഷം 2024 പാഠ്യപദ്ധതി പരിഷ്കരണവും പുസ്തക പുതുക്കലൊക്കെ നടന്നതായിട്ട് അറിയാം. ഇതിനിടയിൽ പാഠപുസ്തകങ്ങളിൽ ചെറിയ ചെറിയ പുതുക്കലുകൾ, പരിഷ്കരണങ്ങളൊക്കെ
നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന നിലയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് 2024 ഇപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, ഫ്രണ്ടിലെ പേജിൽ അക്ഷരമാല അച്ചടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ജെൻഡർ ഈക്വാളിറ്റി ഉൾപ്പെടുത്തിയിട്ട് 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ, അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ, ഇമ്പോർട്ടൻസ് വുമൻസിനും മെൻസിനും ഒരുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ, അതിൽ ഭാഗങ്ങളിലായാലും റിട്ടേൺ ആയിട്ട് ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് രീതി, വോട്ട് ചെയ്തതിന്റെ പ്രാധാന്യം, ഇതൊക്കെ 3ാം ക്ലാസ്സിലെ എനിക്ക് തോന്നുന്നു മലയാളം പാഠപുസ്തകത്തിലാണെന്ന് തോന്നുന്നു. വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ ഒരു ജനാധിപത്യ മൂല്യം ലഭിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പ്രൈമറി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടില് ആമുഖം ഭരണഘടനയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ പുസ്തകത്തിലേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവരണങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ അട്രാക്റ്റീവാണ് പാഠപുസ്തകങ്ങളെല്ലാം തന്നെ. 1ാം ക്ലാസ്സിലാണെങ്കിൽ ഉദ്ഘടിതാണ്. അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കലാകായികം, പ്രവൃത്തി പരിചയം, ആരോഗ്യ, കായിക, വിദ്യാഭ്യാസം, അതിനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് നമുക്ക് കാണാം. അതുപോലെ ടെക്സ്റ്റിന്റെ ബാക്കിലാണെങ്കിൽ അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങൾ, രക്ഷിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ വളരെ രസകരമായിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് പരിഷ്കരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഞാനിതിൽ പറഞ്ഞു എന്ന് മാത്രം. എങ്കിൽ പോലും കുറച്ചുകൂടി വിശദമായിട്ട് അതിലാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ അതും കൂടി ഒന്ന് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊന്ന്, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെ പറ്റിയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആരൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തേത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് ശ്രീ ഷാനവാസ്. അദ്ദേഹമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ. നമുക്ക് നമ്മുടെ പാഠപുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേര് കാണാവുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്ന് പറയുന്നതാണ് ശ്രീമതി റാണി ജോർജ് IAS. നെക്സ്റ്റ്, കൈറ്റ് വിക്ടേഴ്സിന്റെ CEO ആരാണെന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളതാണ്. കൈറ്റ് വിക്ടേഴ്സ് CEO ശ്രീ K. അൻവർ സാദത്ത് ആണ്. SSK ഡയറക്ടർ ശ്രീമതി ഡോക്ടർ സുപ്രിയ AR. SSK ഡയറക്ടർ ശ്രീമതി ഡോക്ടർ സുപ്രിയ AR. SCRT ചെയർമാൻ ശ്രീവൻകുട്ടി സാറാണ്. മന്ത്രിയായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി സാറാണ് SCRTയുടെ ചെയർമാൻ. SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് PK ആണ്. ശ്രീമാൻ ഡോക്ടർ ജയപ്രകാശ് PK. നവകേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിൻ്റെ കോർഡിനേറ്റർ ആരാണ് എന്നൊരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. ശ്രീമതി TN സീമയാണ് നവകേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ കോർഡിനേറ്റർ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, ശബ്ദധാരാവലി എന്നാൽ എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ശബ്ദധാരാവലി എന്നാൽ ഒരു ഭാഷയിലെ പദങ്ങളെ അർത്ഥവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രമമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു പദകോശം എന്ന് വേണമെങ്കിൽ ശബ്ദധാരാവലിയെ പറയാം. ഇതൊരു ഭാഷയുടെ വ്യാകരണം, അർത്ഥവ്യത്യാസങ്ങൾ, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇതിൽ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പത്രത്തിന്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ, അല്ലെങ്കിൽ ഒരു പദത്തിന്റെ പര്യായ പദങ്ങൾ, വിപരീത പദങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെട്ടുകൊണ്ട് ഒരു പദത്തെ പൂർണ്ണമായിട്ട് അറിയുക എന്നുള്ളതാണ് ശബ്ദധാരാവലിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇതിൽ ചോദിച്ചില്ല, ഇംഗ്ലീഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഇംഗ്ലീഷ് ക്ലാസ് രസകരമാക്കാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളൊരു ചോദ്യം ഇതുമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയാവുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുട്ടികളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടീച്ചർ ഒരുപാട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷ് കിട്ടണമെന്നില്ല. അവരെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് കൂടി പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ക്ലാസ്സിൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക്
ഇംഗ്ലീഷ് പഠിച്ചത് പ്രയോഗിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭ്യമാവുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ്, ഒന്നാമത്തേത് റോൾ പ്ലേ, ഡ്രാമ. കഥാപാത്രങ്ങളെ എനാക്ട് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് അവരോട് റോൾ പ്ലേ ആയിട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. എക്സാമ്പിളായിട്ട് ഹാരി പോട്ടർ പോലെയുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ അവർ വായിച്ചിട്ടുള്ള ഏതെങ്കിലും കഥകളിലെ ക്യാരക്ടേഴ്സിനെ നമുക്കിവിടെ റോൾ പ്ലേയിലൂടെ ചെയ്യാം. ഇപ്പോൾ ആ കുട്ടികൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊന്നും വായിക്കാത്തവരാണെങ്കിൽ തന്നെ നമ്മുടെ കളിക്കുടുക്കയിലുള്ള ലുട്ടാപ്പി, മായാവി, അതുപോലെ മീശമാർജാരൻ, ഇവരൊക്കെ നമുക്ക് റോൾ പ്ലേയിൽ യൂസ് ചെയ്യാം. അവരുടെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ കുറച്ച് കൊടുക്കണമെന്ന് മാത്രം. അവർ രസകരമായിട്ട് കുട്ടികൾ ചെയ്യും. അതിനുള്ളൊരു അവരുടെ ഇൻട്രസ്റ്റിംഗ്, അവർക്ക് താല്പര്യമുള്ള ക്യാരക്ടേഴ്സിനെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അവരത് ചെയ്യാനായിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റൊന്നാണ് സ്റ്റോറി ബിൽഡിംഗ് ഗെയിമൊക്കെ. ഒരു കുട്ടി ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത കുട്ടി അതുമായി ബന്ധപ്പെട്ട് കഥ വികസിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റോറി ബിൽഡിംഗ് ആക്ടിവിറ്റീസ് വളരെ എഫക്റ്റീവായിട്ട് ക്ലാസ്സിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് പറയാണ്, "One day a boy found a magical book." സെക്കൻഡ് സ്റ്റുഡൻറ്റിന് എന്ത് പറയാം? "The book could talk and tell him secrets." മൂന്നാമത്തെ സ്റ്റുഡൻറ്റ്, "But one day the book disappeared." അങ്ങനെ കുട്ടികൾക്ക് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അവർക്കത് പറയാൻ പറ്റില്ല എന്നുണ്ട്, അവർക്കത് മലയാളത്തിലാണ്, അവരുടെ മാതൃഭാഷയിലാണ് അവർക്ക് പറയുന്നത് എങ്കിൽ ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. അവർക്ക് ആവശ്യമായിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ സെൻറ്റൻസ് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. കാരണം ടീച്ചറുടെ ഹെൽപ്പോടു കൂടി മാത്രമേ അവർ പുതിയൊരു ലാംഗ്വേജ് അവർക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ഉള്ളൊരു ഗെയിമാണ് സൈലന്റ് ആക്ടിങ്. ഡംബ് ക്യാരക്ടേഴ്സുകൾ ചെയ്യുന്നത്, അതായത് വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ ഇതൊക്കെ ആക്ടിങ് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുക. അതെന്ത് വെർബാണ് അല്ലെങ്കിൽ എന്തൊരു പ്രവൃത്തിയാണെന്നുള്ളത് മറ്റു കുട്ടികൾ പറയാം. ഹാപ്പിനെസ് എന്നുള്ളത് ഇനാക്ട് ചെയ്യുകയാണ് ഒരു കുട്ടി. ആ കുട്ടി ഇനാക്ട് ചെയ്യുന്നതിലൂടെ മറ്റു കുട്ടികൾ തിരിച്ചറിയുന്നത് എന്താണ് ആ ഒരു വെർബ്, ആ ഒരു പ്രവൃത്തി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയുന്നു. മറ്റൊന്നാണ് വെക്കാബുലറി ഗെയിംസ്. അതായത് നമ്മൾ ഗെയിംസിൻ്റെ ഉള്ളതാണ് ഹാങ്മാനെ കണ്ടെത്തൽ. അതായത് ഏതെങ്കിലും ഒരു വേർഡ് ടീച്ചർ ഒരു വേർഡ് മൈൻഡിൽ ആലോചിക്കുന്നു. അതിൻ്റെ ലെറ്റേഴ്സ്, എത്ര ലെറ്റേഴ്സ് ഉണ്ട് അവിടെ അടിയിൽ ബോർഡിൽ വരയിടുന്നു. കുട്ടികൾ ഓരോ വേർഡ്സ് പറയുന്നു. ഓരോ ലെറ്റേഴ്സ് പറയുന്നു. ലെറ്റേഴ്സ് പറയുമ്പോൾ ടീച്ചേഴ്സിന് അവിടെ എഴുതാം. എ പറയുകയാണെങ്കിൽ ആ ഒരു വേർഡിൽ എ ഉണ്ടെങ്കിൽ എഴുതാം. അങ്ങനെ കുട്ടികൾക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പിനും കൊടുത്ത് അവർ ചിലപ്പോൾ 2 3 ലെറ്റേഴ്സ് പറയുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു വേർഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ടീച്ചർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഗ്രൂപ്പിന് മാർക്ക് കൊടുത്തുകൊണ്ടുള്ളൊരു ഗെയിം വളരെ എഫക്റ്റീവാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ജംബിൾ ചെയ്തിട്ട് ഒരു വേർഡിൻ്റെ ലെറ്റേഴ്സ് ബോർഡിലിടുന്നു, അവരത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു LSSലൊക്കെ 4th സ്റ്റാൻഡേർഡിൽ അത്തരം ഒരു ചോദ്യം തന്നെയുണ്ട്. അത് കുട്ടികൾക്ക് ക്ലാസ്സിൽ തന്നെ നമ്മളത് പഠിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ അവർക്കത് എക്സാമിനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് ബിങ്കോ ഗെയിം. പദങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ അത് പൊരുത്തപ്പെടേണ്ട ഒരു ഗെയിമാണ് ബിങ്കോ ഗെയിം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതൊക്കെ കുട്ടികളുടെ വെക്കാബുലറി എൻഹാൻസ് ചെയ്യിപ്പിക്കാവുന്ന ഗെയിംസാണ്. മറ്റൊന്നാണ് മൂവി ക്ലിപ്സ്, സോങ്സ് ഉപയോഗിച്ചിട്ടൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ, ലയൺ കിങ്ങോ, ഫൈൻഡിങ് നീമോ, ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി പോലെയുള്ള സിനിമകളിൽ നിന്നുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ കാണിച്ചിട്ട് അവർക്ക് അതിൻ്റെ എന്താണ് അവിടെ സംസാരം എന്നുള്ളത് ആ ഒരു ക്ലിപ്പ് കണ്ടതിൽ നിന്ന് കുട്ടികൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്നുള്ളത് കുട്ടികളോട് ചോദിക്കാം. അത്തരത്തിലുള്ള ഗെയിംസ് അത് കുട്ടികൾക്ക് കൂടുതൽ ആ ഒരു കാണുന്നത് ശ്രദ്ധിക്കാനും, വെറുതെ കണ്ടു പോവുകയല്ല, അവർക്കത് കൂടുതൽ ശ്രദ്ധയോടെ കാണാനും അതിലെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാനും, അങ്ങനെയാണ് കുട്ടികൾ ഭാഷ പഠിക്കേണ്ടത്.
മറ്റൊന്നാണ് ഡിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻ. വളരെ ശാസ്ത്രീയമായിട്ട് കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഡിബേറ്റ് ഡിസ്കഷൻ എന്നത്. അത് അവർക്ക് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ ടീച്ചറുടെ ഹെൽപ്പോട് കൂടി, എന്നാൽ വളരെ കുട്ടികളുടെ വൊക്കാബുലറി എല്ലാം വളരെ പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിനായിട്ട് നമുക്ക് ഡിജിറ്റൽ ലേണിംഗ് ആപ്സ് യൂസ് ചെയ്യാം. അതൊരു പ്രത്യേക ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കുട്ടികൾ ഇംഗ്ലീഷ് പഠനം എളുപ്പമാക്കാനായിട്ട് ഏതെല്ലാം ആപ്സ് ആണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഡ്യുലിംഗോ, BBC ലേണിംഗ് ഇംഗ്ലീഷ്, ഇത്തരത്തിലുള്ള സിമ്പിളായിട്ട് എന്നാൽ കുട്ടികൾക്ക് എഫക്റ്റീവായിട്ടുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഇൻറ്ററാക്റ്റീവായിട്ട് പഠനം നടത്താം. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ AI ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് ഗസ് ദ ക്യാരക്ടർ എന്നുള്ളൊരു ഗെയിം. കുട്ടികൾ കുറച്ച് വായനാശീലമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാരി പോട്ടർ പോലെയുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിൻഡ്രല്ല, അങ്ങനെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ക്ലൂസ് കൊടുത്ത് അവരോട് ക്യാരക്ടർ ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. ഇത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഫെമിലിയർ ആയിരിക്കും. ഹാരി പോട്ടർ, സിൻഡ്രല്ല എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ലെവൽ കൂടിയ കുട്ടികൾക്കായിരിക്കും പറ്റുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഗസ് ദ ക്യാരക്ടർ എന്നുള്ള ഗെയിം നമുക്ക് റിഫൈൻ ചെയ്യാം. മറ്റൊന്നാണ് ഔട്ട്ഡോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പുസ്തകശാല സന്ദർശനം, ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉള്ള കഴിവുള്ള അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു സംഭാഷണത്തിനൊക്കെയുള്ള ഒരു അവസരം നൽകുക. ഇതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഗെയിംസ് ആണ്. ഇതിനോട് ചേർന്ന് നമുക്ക് മറ്റൊരു ഗെയിം ഇംഗ്ലീഷ് ക്ലാസ് കൂടുതൽ രസകരമാക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് എസ്കേപ്പ് റൂം ചാലഞ്ച് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ്. ഒരു സ്റ്റോറീനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പസിൽ ആക്ടിവിറ്റി ഒരുക്കുക എന്നുള്ളതാണ് എസ്കേപ്പ് റൂം ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഗെയിം. എക്സാമ്പിളിന്, യു ആർ ലോക്ക്ഡ് ഇൻ എ ഹോണ്ടഡ് ഹൗസ്. ടു എസ്കേപ്പ്, സോൾവ് ദീസ് 5 ഇംഗ്ലീഷ് റിഡിൽസ്. ഇങ്ങനെ കുട്ടികൾക്ക് റിഡിൽസ് കൊടുത്ത്, അല്ലെങ്കിൽ വാക്യഘടന ശരിയാക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അക്ഷരത്തെറ്റുള്ള ഒരു വേർഡ് കൊടുത്തിട്ട് അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയാം. ഇങ്ങനെ പലതരത്തിൽ ആ ഒരു ഹോണ്ടഡ് ഹൗസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് അവസരം കൊടുക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ LP ക്ലാസ്സിലൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യം അക്ഷരത്തെറ്റ്, അവർ പഠിച്ചിട്ടുള്ള വേർഡ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അക്ഷരത്തെറ്റുള്ള വാക്കുകൾ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ സെന്റൻസ് അതിൽ വാക്യഘടന ശരിയാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം. അത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഗ്രൂപ്പ് വൈസോ മാർക്കൊക്കെ നൽകിയിട്ടാവുമ്പോൾ കുട്ടികൾ വളരെ രസകരമായിട്ട് കളിക്കാവുന്ന ഒന്നാണ്. പിന്നെ എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസ്സുകളിലും കാണുന്നതാണ് സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഒരു വാക്ക് പറയുമ്പോൾ അത് ഉച്ചരിക്കാനും എഴുതാനും ഒക്കെ കുട്ടികൾ ശ്രമിക്കുകയും അതിൽ പെർഫെക്റ്റ് ആവുന്നവർക്ക് പോയിന്റ് നൽകി മാർക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഗെയിമാണ് സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ. മറ്റൊന്നാണ് ടെഡ് ടോക്ക് ഇമിറ്റേഷൻ. അത് നമ്മുടെ ക്ലാസ്സുകളിൽ ഇഫക്റ്റീവ് ആണെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒന്നാണ്. കാരണം എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസ്സുകളിലും ചിലപ്പോൾ പ്രൈമറി ലെവലിൽ ഇഫക്റ്റീവ് ആയ ഒന്നാവില്ല ടെഡ് ടോക്ക്. എന്നാൽ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ അല്പം IQ ലെവൽ കൂടുതലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള ഗെയിംസിനേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുക ഇത്തരത്തിലുള്ള ഇപ്പം നിലവാരം ഉയർന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ആവാം. അതുകൊണ്ട് തന്നെ ടെഡ് ടോക്ക് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാവുന്ന ഒന്നല്ല. മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മിസ്റ്ററി ബോക്സ്. ഡിസ്ക്രൈബ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പെട്ടിയിൽ ഒരു വസ്തു വയ്ക്കുക. കുട്ടികൾ അത് നോക്കാതെ തൊട്ടറിഞ്ഞിട്ട് അതിനെ ഇംഗ്ലീഷിൽ വിവരിക്കുക.
കണ്ണടച്ച് പിടിച്ചിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നടത്തേണ്ടത്. ഇറ്റ്സ് റൗണ്ട്, ഇറ്റ്സ് ബൗൺസേഴ്സ് ആൻഡ് ഇറ്റ് യൂസ്ഡ് ഇൻ എ ഗെയിം. വാട്ട് ഈസ് ഇറ്റ്? ഓക്കെ, അങ്ങനെ കുട്ടികൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ബോളാണ്. ഇങ്ങനെ കുട്ടികൾ അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഗെയിമാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ന്യൂസ് പേപ്പർ ഹണ്ട് എന്ന് പറഞ്ഞൊരു ഗെയിം ഇംഗ്ലീഷ് വേർഡ്സ് കൂടുതൽ ഫെമിലിയർ ആവാനായിട്ട് നടത്താവുന്ന ഒന്നാണ്. അതായത് വിദ്യാർത്ഥികളെ ഒരു ഇംഗ്ലീഷ് പത്രം നൽകിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള 5 ഹെഡ്ലൈൻസ് തിരഞ്ഞെടുത്ത് വായിച്ച് വിവരണം എഴുതാനായിട്ട് പറയാം. അത് വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് ക്ലാസ് രസകരമാക്കാനായിട്ട് പറ്റിയ ഗെയിംസ്. എനിക്ക് തോന്നുന്നു 10-ലധികം പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതിൽ 2-3 ഗെയിമെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. കാരണം ഇംഗ്ലീഷ് ഗെയിംസ്, ഇംഗ്ലീഷ് സബ്ജക്റ്റ് ക്ലാസ്സുകളിൽ ചെയ്യാവുന്ന ഗെയിംസിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ഒന്ന് നോക്കി വെച്ച് പോവാം. ഏതെങ്കിലും എല്ലാ ഗെയിംസും നോക്കണമെന്ന് പറയുന്നില്ല, 2-3 ഗെയിംസെങ്കിലും തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക. മറ്റൊന്ന്, കുട്ടികളുടെ അവകാശങ്ങൾ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് കുട്ടികളുടെ അവകാശങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്ന ഒന്നാണ്. കഥകളിലൂടെ അവർക്ക് ഇത്തരത്തിലുള്ള അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിക്കാം. കുട്ടികൾക്ക് കഥകൾ എപ്പോഴും വളരെ ഇഷ്ടമാണ്. അവകാശങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്താൽ അത് വളരെ എഫക്റ്റീവായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കുട്ടി, ആ കുട്ടിയെ പഠിക്കാൻ അനുവദിക്കാത്ത വീട്ടിൽ നിന്ന് അവൾ പഠിക്കാനായിട്ടുള്ളൊരു അവകാശം നേടിയെടുക്കുന്നു. അവളുടെ ഇപ്പോൾ പഠിക്കാനായിട്ട് മുമ്പ് പോയി പിന്നെ അവസരം നഷ്ടമായി എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്തായാലും അന്വേഷിച്ചു വരും. അപ്പോൾ അവളുടെ സങ്കടം പറയുന്നു. ടീച്ചേഴ്സ് പറയണ ഇത്രയും വയസ്സ് മുതൽ 14 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും പഠനം എന്നുള്ളത് വീട്ടുകാർ ചെയ്തു കൊടുക്കേണ്ട ഒരു നിർബന്ധിത അവകാശമാണ്, അവർക്കുള്ള അവകാശമാണെന്നുള്ളത് അറിയിക്കുക. അങ്ങനെ ഒരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഇങ്ങനെ ഒരു നിയമമുണ്ടെന്നും എല്ലാ കുട്ടികളും പഠിക്കേണ്ടതാണെന്നും അവർക്ക് ചുറ്റും കാണുന്ന ഇപ്പോൾ പഠിക്കാൻ അവസരമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ സ്കൂളുകളിൽ വന്ന് അറിയിക്കാൻ അവർക്കൊരു മനോഭാവം അതിലൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒന്നാണ്. ഒരു ചായക്കടയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു കുട്ടി ജോലിക്ക് നിൽക്കുന്നത് കാണുകയും ഇത് കണ്ട ഏതെങ്കിലും ഒരു മാഷ് വന്ന് ആ കുട്ടിയെ വിദ്യാലയത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നൊരു കഥ നമുക്ക് പറയാം. എന്നിട്ട് പറയാം, ബാലവേല എന്ന് പറയുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. കുട്ടികൾ ബാലവേലയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയത്ത് പഠിക്കുക തന്നെ വേണം എന്നുള്ളൊരു ആശയം വരുന്ന വിധത്തിലുള്ളൊരു കഥ. ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള സ്റ്റോറീസാണ്. ഇതുപോലെ നമുക്ക് ഏത് അവകാശവും സ്റ്റോറീസായിട്ട് കുട്ടികളെ അവതരിപ്പിക്കാം. മറ്റേത് വിധത്തിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഇത്തരത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ അതായിരിക്കും കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുക. മറ്റൊന്ന്, ചിത്രങ്ങൾ, കാർട്ടൂണുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവകാശങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. വിഷ്വൽസ്, കാർട്ടൂൺസ്, ഇതൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ചിത്രങ്ങളിലൂടെ കുട്ടികൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കും. ഇത് നമുക്ക് യൂണിസെഫിൻ്റെ ചിൽഡ്രൻ റൈറ്റ് പോസ്റ്റേഴ്സൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം. ചിത്രകഥകൾ ഇതിനായിട്ട് ഉപയോഗിക്കാം. മറ്റൊന്നാണ് കളികളിലൂടെ, നാടകത്തിലൂടെ അല്ലെങ്കിൽ റോൾ പ്ലേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് അവകാശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. റോൾ പ്ലേയിൽ അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു കുട്ടിയുടെ അവകാശം ലംഘിച്ച സംഭവത്തിൽ നീതി ലഭിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചർച്ച നടക്കുന്നു കുട്ടികളും അധ്യാപകനും തമ്മിൽ. ആ ഒരു ചർച്ച അതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിലൂടെ കുട്ടിയുടെ അവകാശം എന്താണെന്നോ അതെങ്ങനെയാണ്
ലംഘിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത് കാണുന്ന കുട്ടികൾ മനസ്സിലാക്കുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് വീട്ടിലേക്ക് എത്തി റെഫർ ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് എഫക്റ്റീവായിട്ട് പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ക്വിസ് ഗെയിം എന്നത്. അവകാശങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യോത്തര മത്സരം അത് ക്വിസ്സായിട്ട് നടത്തി, അതും എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. മറ്റൊന്ന് അവകാശങ്ങളുടെ ലിസ്റ്റ് പോസ്റ്റർ രൂപത്തിൽ ഓരോ ഗ്രൂപ്പിനും ചെയ്യാനായിട്ട് കൊടുക്കാം. ജീവിക്കാനുള്ള അവകാശം ഒരു ഗ്രൂപ്പിന് കൊടുക്കാം, പഠിക്കാനുള്ള അവകാശം എന്നുള്ള ടോപ്പിക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിന്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ റൈറ്റ് ടു ഹെൽത്ത്, ന്യൂട്രീഷൻ, റൈറ്റ് ടു പ്ലേ, ഇതെല്ലാം തന്നെ ഓരോ ഗ്രൂപ്പിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനെ പറ്റിയിട്ടുള്ള പോസ്റ്റേഴ്സ് തയ്യാറാക്കുന്നതിലൂടെ ആ ഒരു അവകാശം ഉണ്ട് എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് വരുന്നു. മറ്റൊരു കാര്യം, കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം വിദ്യാലയത്തിൽ നൽകുക എന്നുള്ളതാണ്. എപ്പോഴും ഹിറ്റ്ലർ മേധാവിത്വത്തോടെ ക്ലാസ്സുകൾ നയിക്കുന്ന പല വിദ്യാലയങ്ങളും അധ്യാപകരുമുണ്ട്. കുട്ടികൾക്ക് ചോദിക്കാനുള്ള അവസരങ്ങളില്ലാത്ത സ്കൂളുകളുണ്ട്. അത് ഇല്ലാതാവണം. കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അറിവ് അവർക്കുണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാവുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ ഇത്തരത്തിലൂടെ അവർ പഠിക്കാതെ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിനോടനുബന്ധിച്ച് ചോദിച്ചിട്ടുള്ളത് SSK. നമുക്കറിയാവുന്ന കാര്യമാണ്, സിമ്പിളാണ്. എങ്കിൽ പോലും അറിയാത്തവരുണ്ടെങ്കിൽ സമഗ്ര ശിക്ഷ കേരള എന്നുള്ള SSKയുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. SSKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നുള്ളതും സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതുമാണ്. മറ്റൊരു പ്രധാന ചോദ്യം ഇതിനോടനുബന്ധിച്ച് SSKയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏത് പദ്ധതിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഉൾപ്പെടുന്നത്. അത്രയും ചോദ്യങ്ങളാണ് എന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത്. സമയം അത്യാവശ്യം കൂടുതലായിട്ടുണ്ട്. SSK ആയാലും അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങൾ, ഇത്തരത്തിലെ എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് മുമ്പ് ജസ്റ്റ് 1 ടൈമെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കുള്ള ആക്ടിവിറ്റീസ് അത് 2-3 എണ്ണമെങ്കിലും നോക്കി വയ്ക്കുക. നല്ലൊരു ഇൻ്റർവ്യൂ ആശംസിക്കുന്നു. നന്ദി.